ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലൊക്കെ മാറി നന്നായിട്ട് മുടി കിളിർക്കാൻ പറ്റിയ ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ താരനൊക്കെ നന്നായിട്ട് പോകാൻ പറ്റിയ ഒരു ഹെയർ പാക്കുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഒറ്റ യൂസിൽ തന്നെ നമുക്കിതിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ തലയിൽ താരം വന്നു തുടങ്ങുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും റെമഡി ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ കൂടിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുകയാണെങ്കിൽ താരം പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഒരുപാട് താരനുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഹെയർ ഓയിൽ അത് പൂർണ്ണമായിട്ടും നാച്ചുറലാണ്. നമ്മളിതിനകത്ത് ഒരു കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഡാൻഡ്രഫ് പോകാൻ വേണ്ടി ഒരു പാക്ക് ഉണ്ടാക്കാം. നമ്മൾ ഇതിനു വേണ്ടി ആദ്യം എടുക്കുന്നത് ഉലുവയാണ്. ഞാനിപ്പോൾ ഒരു 2 സ്പൂണ് ഉലുവ എടുക്കുന്നുണ്ട്. ആ ഉലുവ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നമുക്കിത് രാവിലെ ഉപയോഗിക്കാനാണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ടിത് കുതിർന്ന് കിട്ടും. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും എനിക്കിത് നന്നായിട്ട് കുതിർന്ന് കിട്ടി. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരയ്ക്കാൻ നമ്മൾ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിച്ചത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി വേണം. അതിലൊന്നാണ് സവാള. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് സവാള. അപ്പം നമ്മൾ ആ സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഞാൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. സവാള നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാണ്. കൊഴിഞ്ഞുപോയ മുടിയുടെ ഭാഗത്തൊക്കെ മുടി കിളിർക്കാൻ സവാള സഹായിക്കും. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാനൊരു അരിപ്പയിലേക്ക് അരിച്ച് എടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ അരിക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഞാനിപ്പോൾ അരിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ നീരും നമുക്ക് നന്നായിട്ട് കിട്ടും. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇപ്പം സവാളയുടെ നീരും എടുത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. തൈര് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. ആ തൈര് കൂടി ഒരു 1.5 2 സ്പൂണോ ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇളക്കി കൊടുക്കുക. തൈരിൻ്റെ തണുപ്പ് പിടിക്കാത്തവരുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇപ്പോൾ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ പുരട്ടി കൊടുക്കാം. ആദ്യം അതിന് മുന്നേ തലയിലെ ഉടക്കൊക്കെ നന്നായിട്ട് കളയണം. ആദ്യം നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടക്ക് കളയാം. അതിനുശേഷം മാത്രം ചീപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ വകുപ്പെടുക്കാം. ഇതുപോലെ വകുപ്പെടുത്ത ശേഷം നമുക്ക് ഈ മിക്സ് തലയോട്ടിയിലേക്ക് പുരട്ടി കൊടുക്കാം. ഓരോ ലെയറായിട്ടാണ് നമ്മൾക്ക് പുരട്ടേണ്ടത്. ഇപ്പം എൻ്റെ തലയിലൊക്കെ ചെറുതായിട്ട് താരം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ദേ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കുക. നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാനുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് പുരട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോരോ വകുപ്പ് എടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളൊരു കണ്ണാടി നോക്കിയിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാൻ പറ്റും. നമ്മുടെ സ്കാൽപ്പിലാണ് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഫ്രണ്ട് പോർഷൻ മുഴുവൻ തേച്ച് കഴിഞ്ഞ ശേഷം മുടി കുനിച്ചിട്ടിട്ട് നമുക്ക് ബാക്കിൽ നിന്നും ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇത്രയും അളവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ അത്രയും മുടിയുള്ള ഒരാൾക്ക് ഫുള്ളായിട്ട് തലയിൽ മുഴുവൻ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. ഇപ്പം ഞാനിത് മുടിയിലും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ തലയിലേക്ക് തേച്ച് കൊടുത്ത ശേഷം നമുക്കിത് കെട്ടിവെക്കാം. ഏകദേശം ഒരു 30 മിനിറ്റാണ് നമുക്കിത് വേണ്ടത്. 20 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്കിത് തലയിൽ പിടിക്കണം. തലമുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുകയാണ്. ഇപ്പം ദേ ഇതാ കഴുകിയ ശേഷമുള്ള മുടിയാണ്. ഒരു തുള്ളി പോലും താരൻ തലയിലില്ല. എൻ്റെ തലയിൽ ഒരുപാട് താരനൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ തലയിൽ പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാൻ വേണ്ടി ഒരു എണ്ണയുടെ കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കരിഞ്ജീരകം എല്ലാവർക്കും അറിയാമല്ലോ, അതും 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു പിടി കറിവേപ്പിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെയധികം ഗുണമുള്ളതാണ്. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഈ എണ്ണയിലേക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് ഈ എണ്ണയൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെ പൂവ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നാട്ടിൻപുറത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചെമ്പരത്തിയൊക്കെ വളരെ സുലഭമായി കിട്ടും. ഈ എണ്ണ തിളപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം നമുക്ക് കിട്ടും. ഈ എല്ലാ ഇൻഗ്രീഡിയൻസിനും മണം പോലെ തന്നെ ഗുണവും വളരെയധികമാണ്. ഇപ്പം ഈ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളുടെയും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള കരിഞ്ജീരകം ഉലുവ പോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ്. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയൊക്കെ കാച്ചിയ എണ്ണയാണ് നമ്മുടെ തലയിൽ തേച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. അതൊക്കെ കെമിക്കലാണ് നമ്മുടെ തലയിൽ യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. ഇത് തണുത്ത ശേഷം ഞാനൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ്. ഇപ്പം നന്നായിട്ടൊരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിലുള്ള എണ്ണയൊക്കെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാൻ പറ്റും. ദിവസവും തലയിൽ എണ്ണ തേക്കുന്നവരുണ്ടാകും, ആഴ്ചയിൽ 2-3 പ്രാവശ്യം എണ്ണ തേക്കുന്നവരുണ്ടാകും. എങ്ങനെയായാലും നമ്മൾ കുറഞ്ഞത് ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഈ എണ്ണ തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇനി ഈ അരിച്ചെടുത്ത എണ്ണ നമുക്കൊരു ബോട്ടിലിൽ ആക്കി സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മാറ്റം മനസ്സിലാവും. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വളരെയധികം മാറ്റം ഉണ്ടാകും. നമുക്ക് ഈ കൂട്ടിലൊക്കെ മാറ്റം വരുത്താം. കാരണം നമ്മുടെ ലഭ്യത അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചെമ്പരത്തിയുടെ പൂവ്, മൈലാഞ്ചി ഇല, കറ്റാർ വാഴ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ മൈലാഞ്ചി ഇലയോ ചെമ്പരത്തി പൂവോ ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തത്. ശരിക്കും ഈ ഒരു എണ്ണയ്ക്ക് നല്ലൊരു മണമാണുള്ളത്. ഈ എണ്ണ നമുക്ക് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തലനീരിറക്കം ഒന്നും ഇല്ലാത്തവർക്ക് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ കഴിഞ്ഞിട്ട് ഇത് കുളിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് 100% ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.